elimination reaction of 2-bromopentane to form pent-2-ene is 2-bromopentane. Okay. Beta elimination, alcoholic KOH. Okay. എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്? CH3, CH2, CH double bond, CH2 അല്ലെ, pent-2-ene. ഇത് ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടുന്ന റിയാക്ഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. എന്താണ് സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചൊന്നുമില്ല. ഇവിടെ നിന്നും ആൽഫ കാർബണിൽ നിന്ന് ഒരു ബ്രോമിനും ഈ കാണുന്ന ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും ചേർന്ന് എലിമിനേറ്റ് ആയി. ഇത്രയാണ് സംഭവിച്ചത്. ഇത് ബീറ്റ എലിമിനേഷൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ബീറ്റ എലിമിനേഷൻ ആണല്ലോ. അതേസമയം ഇതും ഒരു ബീറ്റ കാർബൺ ആയിരുന്നല്ലോ, ഇവിടെ നിന്നും ഹൈഡ്രജൻ എലിമിനേറ്റ് ആവാമായിരുന്നല്ലോ. ആണ്. എന്നിട്ടും ഇതാണ് ഇതിന്റെ മേജർ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു സെയ്സഫ് റൂൾ. അപ്പൊ സെയ്സഫ് റൂളും ഇവിടെ അപ്ലിക്കബിൾ ആണ്. സെയ്സഫ് റൂൾ. ഓക്കെ. ഇനി ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത ആളുകൾ ആരൊക്കെയാ? ഹൈഡ്രോജനും ഹാലോജനും. So this is an example for dehydrohalogenation. Dehydrohalogenation. Okay. ഇത്രയും ശരിയാണ്. എന്ത് ശരിയല്ല? Dehydration ശരിയല്ല. So the correct answer is option 4. Option 4 is the correct answer. Question number 22. The correct option for free expansion of an ideal gas under adiabatic condition. Thermodynamics എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണല്ലേ, എന്ത് ന്യൂമറിക്കലാണ് ചോദിക്കുക, ഏത് ന്യൂമറിക്കലാണ് ചോദിക്കുക. പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയ ഒരു ചോദ്യം. എന്താണ് ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഫ്രീ എക്സ്പാൻഷൻ? ഫ്രീ എക്സ്പാൻഷൻ എന്ന് കാണുമ്പോഴേ നമുക്കറിയാം വർക്ക് ഡൺ W is equal to 0 ആണ് അല്ലെ. If W is equal to 0, the process is adiabatic. Q is also equal to 0. If W equal to 0, Q equal to 0, internal energy change will be 0. Internal energy change 0 ആണെങ്കിൽ temperature change will be also 0. Okay. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ 1 is the correct answer. Question number 23. Identify the incorrect statement. തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. എന്താണ് ഓപ്ഷൻ 1 ൽ പറഞ്ഞിട്ടുള്ളത്? Cr2 plus is a stronger reducing agent than Fe2 plus in water. ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ. Cr2 plus is a stronger reducing agent എന്ന് പറഞ്ഞാൽ Cr2 plus ന് Cr3 plus ആയി മാറാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസി കൂടുതലാണ് അല്ലെ. അതായത് D4 ൽ നിന്ന് അതിന്റെ കോൺഫിഗറേഷൻ D3 ആക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ. ഇനി പറയുന്നത് എന്താ? Fe2 plus ന് Fe3 plus ആവാനുള്ള ടെൻഡൻസി ഇതിനേക്കാൾ കുറവാണ്. ഓക്കെ. Fe2 plus Fe3 plus ആവാന്ന് പറഞ്ഞാല് കോൺഫിഗറേഷൻ D6 നിന്ന് D5 ആവും. അപ്പൊ നോർമലി നമ്മൾ പറയും ഇവിടെയാണ് ടെൻഡൻസി കൂടുതൽ വരേണ്ടത് അല്ലെ, ഇവിടെയാണ് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാവേണ്ടത്. കാരണം ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ D5ലേക്ക് എത്താൻ പറ്റും. പക്ഷെ വളരെ കൃത്യമായി ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷനിലാണ് അല്ലെ. അക്വസ് സൊല്യൂഷനില് D5 ആണോ D3 ആണോ സ്റ്റേബിൾ? D3 ആണ് സ്റ്റേബിൾ അല്ലെ. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? സോ D3 is more stable. Therefore Cr2 plus ന് Cr3 plus ആവാനുള്ള ടെൻഡൻസിയാണ് Fe2 plus ന് Fe3 plus ആവാനുള്ള ടെൻഡൻസിയേക്കാൾ കൂടുതൽ. So Cr2 plus is a stronger reducing agent than Fe2 plus in water എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് absolutely correct. Option 2. The transition metals and their compounds are known for their catalytic activity due to their ability to adopt multiple oxidation states and to form complexes. പരമമായ സത്യമാണ് അല്ലെ. So that statement is also correct. Option 3. Interstitial compounds are those that are formed when small atoms like hydrogen, carbon, nitrogen are trapped inside the crystal lattice of metal. അതും ശരിയാണ്. And option 4. The oxidation state of chromium in CrO2 minus and Cr2O7 2 are not the same. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പറയുന്നത്? CrO2 അടുത്ത ആരാണ്? Cr2O7
2 മൈനസ്. CrO2 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +6 ആണ്. Cr+2 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര തന്നെയാണ്? +6 തന്നെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ 4 is wrong. So the correct answer is option 4. DNF block elements എന്ന് പറയുന്ന സെക്കൻഡ് ഇയർ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 24. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച്. തന്നിട്ടുള്ളത് എലമെന്റുകളുടെ 4 എലമെന്റുകളുടെ ടെമ്പററി നെയിംസും അതുപോലെ തന്നെ അവരുടെ IUPAC ഒഫീഷ്യൽ നെയിംസും ആണ്. അതിൽ ഏതാണ് മാച്ച് ആവാത്തത് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. എന്താണ് എയിൽ പറയുന്നത്? അൺനിൽ അണിയം. അൺനിൽ അണിയം അല്ലെ. അൺനിൽ അണിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 0 1 അല്ലെ. ഏതാണത് മാച്ച് ചെയ്യുന്ന എലമെന്റ്? ഏതാണ്? മെന്റിലീവിയം. കറക്റ്റ് ആണ്. 101 മെന്റിലീവിയം ആണ്. കറക്റ്റ് ആണ്. ബിയിൽ പറയുന്നത് അൺനിൽ ട്രൈയം. അൺനിൽ ട്രൈയം അല്ലെ. അറ്റോമിക് നമ്പർ 103 വരുന്ന എലമെന്റ് ആരാണ്? ലോറൻഷ്യം. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. മൂന്നാമത്തെ സിയിൽ പറയുന്നത് എന്താണ്? അൺനിൽ ഹെക്സിയം. അൺനിൽ ഹെക്സിയം. അറ്റോമിക് നമ്പർ 106 വരുന്ന എലമെന്റ് സീബോർഗിയം. അതും കറക്റ്റ് ആണ്. ഇനി നാലാമത്തേത് ആരാണ്? ഡിയിൽ ആരാ പറയുന്നത്? അണിയം. അണിയം എന്ന് പറഞ്ഞാല് 1 1 1 111. അറ്റോമിക് നമ്പർ 111 വരുന്ന ഏത് എലമെന്റിനാണ്? റോഞ്ചിയമാണ്. ആരാണ്? റോഞ്ചിയമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡാംസ്റ്റേഷ്യമാണ്. ഡാംസ്റ്റേഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 111 അല്ല. ഇറ്റ്സ് ആക്ച്വലി 110. ഓക്കെ. സോ 4 ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 25. റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസാൾഡിഹൈഡ് ആൻഡ് അസറ്റോഫീനോൾ ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് NaOH is known as. ഈ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ നടക്കണമെങ്കിൽ ഒരിക്കലും കാനിസാരോ ആയിരിക്കില്ല. കാനിസാരോ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ നടക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ഇത് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അതുപോലെ അതിൽ തന്നെ 2 ഡിഫറെന്റ് മോളിക്യൂളുകളാണ് പങ്കെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് എന്തായിരിക്കണം? ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആയിരിക്കണം അല്ലെ. സിമിലർ മോളിക്യൂൾസ് അല്ല, ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ് പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബെൻസാൾഡിഹൈഡ് പങ്കെടുക്കുന്ന ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ബെൻസാൾഡിഹൈഡ് ആണ്. ഓക്കെ. CHO അല്ലെ. ഓക്കെ. രണ്ടാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് ആരാണ്? അസറ്റോഫീനോൾ. COCH3 അസറ്റോഫീനോൾ. ഡൈല്യൂട്ട് NaOH പ്രസൻസിൽ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു മോളിക്യൂൾ H2O എലിമിനേറ്റ് ആവും അല്ലെ. ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ H2O എലിമിനേറ്റ് ആവും. ഓക്സിജൻ ആൻഡ് 2 ഹൈഡ്രജൻ ഫ്രം ആൽഫ കാർബൺ എലിമിനേറ്റഡ് as H2O and your final product will be, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? CH അല്ലെ. ഇനി ഇവിടെ എന്താ ഉള്ളത്? CH CO. ഓക്കെ. ഇനി അപ്പൊ ഈ കാർബണിൽ നിന്ന് ഒരു ഓക്സിജനും ഈ കാർബണിൽ നിന്ന് 2 ഹൈഡ്രജനും എലിമിനേറ്റഡ് ആയി അല്ലെ, H2O എന്നുള്ള രൂപത്തിൽ. സോ എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ദീസ് 2 കാർബൺസ്. സോ ദിസ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആൻഡ് യുവർ ആൻസർ ഇസ് ഓപ്ഷൻ 4 is the correct answer. Cross aldol condensation. Question number 26. 26ാമത്തെ ചോദ്യം. Which of the following oxo acid of sulfur has oxygen linkage? Oxygen linkage അല്ലെ. ഈ ലിങ്കേജിന്റെ ഒരു പേരില്ലേ? എന്താണ്? പെറോക്സൈഡ് ലിങ്കേജ് അല്ലെ. പെറോക്സൈഡ് ലിങ്കേജ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിലുള്ള ഓക്സോ ആസിഡ്സ് ഇല്ലേ, ഇതിന്റെ ഒന്നിന്റെയും സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചോ, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം എന്താ? ആ പേരുകൾ നോക്കിയാൽ നിങ്ങൾ സൾഫ്യൂറസ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ്, പൈറോ സൾഫ്യൂരിക് ആസിഡ്. അതിൽ എവിടെയാണ് പെറോക്സോ എന്ന് പറയുന്നത്? ഇറ്റ്സ് ഓപ്ഷൻ 3 H2S2O8. പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ്. ആ പേരിൽ തന്നെയുണ്ട് അതിനുള്ളിൽ ഒരു പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ട് എന്നുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇത് തന്നെയാണോ ആൻസർ എന്ന് അറിയാൻ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. സ്ട്രക്ചർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് H2S2O8 അല്ലെ, 2 സൾഫർ സെൻട്രൽ ആറ്റംസ്, so this is the structure of peroxide disulfuric acid.
due to the presence of this peroxide linkage. അതുകൊണ്ടാണ് അതിന്റെ പേരിൽ ഒരു പെറോക്സോ എന്ന് വരേണ്ടി വന്നത്. So option 3 is the correct answer. Option 3. Question number 27. The next question. HCl was passed through a solution of calcium chloride, magnesium chloride, and sodium chloride. Which of the following compounds crystallizes? ഈ ഒരു ചോദ്യം മാത്രമാണ് അതിൽ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. നമുക്കൊരു വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, കാരണം ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടില്ല നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന 3 സോൾട്ടുകളിൽ ആരാണോ ഏറ്റവും കൂടുതൽ സൊല്യൂബിൾ ആയിട്ടുള്ളത് അയാളായിരിക്കും ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, പ്രസിപ്പിറ്റേറ്റഡ് ആവുക, ക്രിസ്റ്റലൈസ്ഡ് ആവുക. ഓക്കെ, സോ ഇറ്റ് ഇസ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന 3 സോൾട്ടുകളിൽ വാട്ടറിലെ സൊല്യൂബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഇസ് മോർ സൊല്യൂബിൾ. അപ്പൊ സോഡിയം ക്ലോറൈഡ് തന്നെയാണ് എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രസിപ്പിറ്റേറ്റഡ് ആവേണ്ടത്, ക്രിസ്റ്റലൈസ്ഡ് ആവേണ്ടത് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ഓക്കെ, സാധാരണ നമ്മൾ സോഡിയം ക്ലോറൈഡിനൊക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണത്. ഓക്കെ, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ, സോഡിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യം. Anisole on cleavage with HI gives. ഇതാണ് അനീസോൾ എന്ന് പറയുന്നത്. On cleavage with HI എന്താണ് സംഭവിക്കുക? 2 രീതിയിലുള്ള ക്ലീവേജ് ആണ് പോസിബിൾ. ഒന്നെങ്കിൽ ഈ കാണുന്ന ബെൻസീൻ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാം, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓഫ് ബെൻസീൻ ഓക്സിജൻ ബോണ്ട് ഈ ഓക്സിജൻ കാർബൺ ബോണ്ട് ആയിരിക്കും ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഓക്സിജൻ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ലൈക്ക് ദിസ് ആൻഡ് HI. So hydrogen will be added to this bond and iodine will be added to this bond. And your products will be phenol and methyl iodide. So the correct answer, തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ correct answer എന്ന് പറയുന്നത് option 1 is the correct answer. Question number 29, the next question. Identify the correct statements from the following. Option A, അതായത് the first statement is A. Carbon dioxide gas is used as refrigerant for ice cream and frozen food. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാവുമായിരുന്നു എങ്ങനെയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് സോളിഡ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ. കാരണം ഡ്രൈ ഐസ് അഥവാ കാർബൺ ഡയോക്സൈഡ് സോളിഡ് എന്ന് പറയുന്നത് ഒരു റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ എ ഇസ് റോങ്. ബി, ദ സ്ട്രക്ചർ ഓഫ് C60 ആരാണ്? Buckminster Fullerene contains 12 6-carbon rings and 25 carbon rings. തെറ്റാണ്. ആ നമ്പറുകൾ നേരെ തിരിച്ചാണ് വേണ്ടത് അല്ലെ. 12 6-carbon rings അല്ല, 26 carbon rings and 12 5-carbon rings എന്നായിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു. But the given statement is wrong. C, ZSM5, a type of zeolite, is used to convert alcohols into gasoline. Correct ആണ്. And D, carbon monoxide is colorless and odorless gas. അതിപ്പോ ആർക്കാണ് അറിയാത്ത അല്ലെ, അതും ശരിയാണ്. അപ്പൊ സിയും ഡിയും ആണ് അതിൽ ശരിയായിട്ടുള്ളത്, എയും ബിയും തെറ്റാണ്. അപ്പൊ നമ്മുടെ 4 ഓപ്ഷനുകളിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C and D എന്ന് പറയുന്നത് ഓപ്ഷൻ 4. Option 4 is the correct answer. C and D are correct statements. Next question, question number 30. For the reaction 2Cl gives Cl2, the correct option is 2Cl atoms gives Cl2. Okay, that means 2 particles combine to form a single particle. അതാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. So when Cl combines Cl to form Cl2, a new bond is formed. Bond formation ആണ്. Bond formation is exothermic. So delta H is less than 0 or delta H is negative. അല്ലെ? 2 particles combine to form a single particle. When there is a decrease in the number of particles, delta S will be negative, so will be less than 0. അപ്പോൾ delta H negative ആയിരിക്കണം, delta S negative ആയിരിക്കണം. So the correct answer is option 4 is the correct answer. തെർമോഡൈനാമിക്സിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം. Question number 31. Paper chromatography is an example of
ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. അതൊരു ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് കൃത്യമായി വായിച്ച ഒരാൾക്ക് ആൻസർ ചെയ്യാം. പേപ്പർ ക്രോമാറ്റോഗ്രഫി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. ക്വസ്റ്റ്യൻ നമ്പർ 32, അടുത്ത ചോദ്യം. Which of the following alkane cannot be made in good yield by Woods reaction? സാധാരണ നമ്മൾ Woods reaction എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? സിമ്മട്രിക്കൽ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ് അല്ലെ? സിമ്മട്രിക്കൽ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ്. അപ്പൊ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് നോക്ക് നിങ്ങൾ. ഈ ഓപ്ഷൻസിൽ സിമ്മട്രിക്കൽ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നോക്ക്. എൻ ഹെക്സൈൻ സിമ്മട്രിക്കൽ ആണ്. 2,3-dimethyl butane സിമ്മട്രിക്കൽ ആണ്. എൻ ഹെപ്റ്റൈൻ എത്ര കാർബൺ വരുന്നുണ്ട്? 7 കാർബൺ വരുന്നുണ്ട് അല്ലെ? അത് സിമ്മട്രിക്കൽ ആൽക്കെയിൻ അല്ല. എൻ ബ്യൂട്ടൈൻ ഇറ്റ്സ് ആൾസോ സിമ്മട്രിക്കൽ. സോ അതിൽ അൺസിമ്മട്രിക്കൽ ആൽക്കെയിൻ ആയിട്ട് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 33. An increase in the concentration of the reactants of a reaction leads to change in chemical kinetics എന്നുള്ള മറ്റൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുമ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള റിയാക്ടൻസിന്റെ എണ്ണം കൂടും അല്ലെ? അപ്പൊ യൂണിറ്റ് വോളിയത്തിലുള്ള റിയാക്ടൻസിന്റെ എണ്ണം കൂടുമ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് കൊളീഷൻസ് കൂടും. ശരിയാണല്ലോ? ഈ നമ്പർ ഓഫ് കൊളീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് കൊളീഷൻ ഫ്രീക്വൻസി. The number of collisions taking place in a unit volume in unit time is known as collision frequency. അപ്പോ number of reactants കൂടുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുക? Number of collisions കൂടും, collision frequency കൂടും. ഓക്കെ, അതൊരിക്കലും ആക്ടിവേഷൻ എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ത്രെഷോൾഡ് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊളീഷൻ ഫ്രീക്വൻസിയെ മാത്രമാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. Question number 34. The number of Faradays required to produce 20 gram of calcium from molten calcium chloride. Atomic mass of calcium is given as 40 grams per mole. Molten calcium chloride il ninnu calcium 2 plus എന്നുള്ള ഫോമിൽ ഇരിക്കുന്ന കാൽഷ്യത്തെ മെറ്റാലിക് കാൽഷ്യം ആക്കി മാറ്റണം അല്ലെ? ഇതാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ഇക്വേഷൻ പറയുന്നത് എന്താ? 1 mole calcium can be obtained from 2 Faraday of electricity. That means 40 gram of calcium is obtained from 2 Faraday of electricity. And how much calcium we want? 20 gram. Therefore, 20 gram of calcium is obtained by passing how much Faraday? 1 Faraday of electricity. So the correct answer is option 1 is the correct answer. Electrochemistry എന്നുള്ള സിമ്പിൾ ആയൊരു ന്യൂമറിക്കൽ എന്ന് പറയാം. Question number 35. The mixture which shows positive deviation from Raoult's law is option 1 ethanol plus acetone. Correct ആണ് അല്ലെ? എത്തനോളും അസറ്റോണും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓപ്ഷൻ 2 ബെൻസീൻ ആൻഡ് ടുളുവിൻ. അതൊരു പ്യൂർ പെർഫെക്റ്റ് ഐഡിയൽ സൊല്യൂഷൻ ആണ്, ബെൻസീൻ ആൻഡ് ടുളുവിൻ. അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അസറ്റോണിനും ക്ലോറോഫോമിനും ഇടയിൽ എന്ത് പോസിബിൾ ആണ്? ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. സോ ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ അല്ലെ? 4ാമത്തെ ഓപ്ഷൻ എന്താണ്? ക്ലോറോ എത്തൈൻ ആൻഡ് ബ്രോമോ എത്തൈൻ ആൾസോ എക്സാമ്പിൾ ഫോർ പെർഫെക്റ്റ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് വേണ്ട ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 എത്തനോൾ ആൻഡ് അസറ്റോൺ. ക്വസ്റ്റ്യൻ നമ്പർ 36. 36ാമത്തെ ചോദ്യം. ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ് is given by the following reaction. Okay, if the equilibrium constant Kc is 2 into 10⁻13 at 300 Kelvin, the value of delta G0 at the same temperature will be. The required equation is delta G0, standard Gibbs free energy change of the reactant, is equal to minus RT ln Kc. ഇതാണ് required equation. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. This is equal to minus, that is the value of R, 8.314 into what is the given temperature? 300 into ln log ln. The value of Kc is given as 2 into 10⁻13. ഇത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾ ഇതിന്റെ ഫൈനൽ ആൻസർ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തോ ഒരു സിമ്പിൾ ന്യൂമറിക്കൽസ് ആണ് തന്നിരിക്കുന്നത്. മുമ്പും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് അല്ലെ? ഓക്കെ, സോ ദിസ് വിൽ ബി ദി ആൻസർ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 4 ഓപ്ഷനുകളിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ 1.
Next question number 37. Sucrose on hydrolysis gives. Biomolecules എന്നുള്ള മറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. Sucrose on hydrolysis gives. Sucrose ഒരു ഡൈസാക്രൈഡ് ആണ് അല്ലെ. അതിലെ മോണോസാക്രൈഡ്സ് ആരൊക്കെയാണ്? ആൽഫ ഡി ഗ്ലൂക്കോസൻ, ബീറ്റ ഡി ഫ്രക്ടോസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ആൽഫ ഡി ഗ്ലൂക്കോസൻ, ബീറ്റ ഡി ഫ്രക്ടോസ്. Question number 38. The calculated spin-only magnetic moment of chromium 2+ iones. ഇത് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നാണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ DNF ബ്ലോക്ക് എന്നാണെന്ന് പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെടുക്കാം. ക്രോമിയം 2+ അല്ലെ, ക്രോമിയം 2+. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് അവസാനിക്കുക? S2, സോറി, എക്സെപ്ഷൻ കോൺഫിഗറേഷൻ S1D5 അല്ലെ. അത് ക്രോമിയം 2+ ആയി മാറുമ്പോൾ എങ്ങനെയാ മാറുക? S0D4. അതായത് 4 അൺപെയർഡ് ഇലക്ട്രോണുകളാണ് ക്രോമിയത്തിന്റെ ഡി ഓർബിറ്റലിൽ ഉണ്ടാവുക അല്ലെ. 4 അൺപെയർഡ് ഇലക്ട്രോണുകൾ. സ്പിനോൺലി മാഗ്നറ്റിക് മൊമെന്റ് അനുസരിച്ച് നമ്മൾ പറയുന്ന മാഗ്നറ്റിക് മൊമെന്റ് mu is equal to square root of n into n+2 ആണ് അല്ലെ. n is the number of unpaired electron and that is equal to square root of 4 into 4+2 അല്ലെ. And this will be equal to 4.9 Bohr magnet എന്ന ആൻസർ കിട്ടും. ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വെറുതെ ഇതിലിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇഫ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇസ് 1, മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അറിയാം നിങ്ങൾക്ക്? മാഗ്നറ്റിക് മൊമെന്റ് വിൽ ബി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.9, approximately 1.8 to 1.9. If n equal to 2, magnetic moment will be approximately equal to 2.9, approximately 2.9. Okay. If n is equal to 3, 3 unpaired electronകളാണെങ്കിൽ mu is approximately equal to 3.9. If n is equal to 4, 4 unpaired electronകളാണെങ്കിൽ magnetic moment is approximately 4.9. And if n is equal to 5, mu is approximately 5.9. അപ്പൊ ഇത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓപ്ഷൻ 2 is the correct answer. Question number 39. Which of the following is a natural polymer? Which of the following is a natural polymer എന്ന് ചോദിച്ചാൽ അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കിയത് നിങ്ങൾ. Cis 1,4-polyisoprene. എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ നിങ്ങൾക്കത്? ഉണ്ട്. ഐസോപ്രീൻ എന്ന് പറയുന്ന മോണോമറിന്റെ പോളിമർ ആണെന്ത്? Cis 1,4-polyisoprene. അതായത് നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബർ. അപ്പൊ Cis 1,4-polyisoprene എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബർ ആണ്. അത് തന്നെയാണ് ആ ഒരു കാറ്റഗറിയിലെ നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 1 is the correct answer. Question number 40. Which of the following is a basic amino acid? Biomolecules എന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം. Which of the following is a basic amino acid? സാധാരണയായിട്ട് നമ്മൾ അമിനോ ആസിഡുകൾ പറയുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് NH2COOH ഗ്രൂപ്പുകൾ വരുന്നവർ എപ്പോഴും ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ് അല്ലെ. NH2 ഗ്രൂപ്പുകൾ കൂടുതൽ വരുന്നവരാണ് ബേസിക് അമിനോ ആസിഡുകൾ. COOH ഗ്രൂപ്പുകൾ കൂടുതൽ വരുന്ന അമിനോ ആസിഡുകളാണ് എന്ത്? അസിഡിക് അമിനോ ആസിഡുകൾ. അപ്പൊ അതിൽ ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അമിനോ ആസിഡുകളിൽ 3 അമിനോ ആസിഡുകളാണ് ബേസിക് അമിനോ ആസിഡ്സ് എന്ന് പറയാറുള്ളത്. ഒന്ന് അർജിനൈൻ, ഓക്കെ, 2 ലൈസിൻ, 3 ഹിസ്റ്റഡീൻ. So option 4 is the correct answer. Question number 41. Which of the following is an cationic detergent? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സിന്തറ്റിക് ഡിറ്റർജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യം അല്ലെ. യെസ്, ഒരു ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആണത്. ഓപ്ഷൻസ് നോക്കിക്കോ നിങ്ങൾ. ഓപ്ഷൻ 1 എന്താ പറയുന്നത്? സോഡിയം ലോറൈൽ സൾഫേറ്റ്. സോഡിയം ലോറൈൽ സൾഫേറ്റ് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഏത് കാറ്റഗറി ഓഫ് ഡിറ്റർജന്റ് എക്സാമ്പിൾ ആണ്? ആനയോണിക് ഡിറ്റർജന്റ് എക്സാമ്പിൾ ആണ് അല്ലെ. ഓപ്ഷൻ 2 സോഡിയം സ്റ്റിയറേറ്റ്. സോഡിയം സ്റ്റിയറേറ്റ് ഒരു സോപ്പാണ്. സ്റ്റിയറിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് ആണ്. ഓപ്ഷൻ 3 സിറ്റൈൽ ട്രൈമെഥൈൽ അമോണിയം ബ്രോമൈഡ്. കറക്റ്റാ. സിറ്റൈൽ ട്രൈമെഥൈൽ അമോണിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ഒരു കാറ്റയോണിക് ഡിറ്റർജന്റ് ആണ്. ആൻഡ് ഓപ്ഷൻ 4 സോഡിയം ഡോഡെക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ്. അതൊരു ആനയോണിക് ഡിറ്റർജന്റ് ആണ് അല്ലെ. ഓക്കെ, സോ ഓപ്ഷൻ 3 is the correct answer. 42. Question number 42. Find out the solubility of nickel hydroxide in 0.1 molar NaOH
given that the ionic product of nickel hydroxide is 2 into 10 raised to minus 15. Okay, ഇത് equilibrium എന്ന് പറയുന്ന ചാപ്റ്ററിൽ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ത് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിക്കൽ ഹൈഡ്രോക്സൈഡ് NiOH ട്വൈസിന്റെ ഡിസോസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിക്കൽ 2 പ്ലസ് 2OH മൈനസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും അല്ലെ. ഇഫ് S is the solubility, molar concentration of nickel 2 plus will be S and that of OH minus will be 2S. മതിയോ? പോരാ. കാരണം നമ്മുടെ കയ്യിൽ 0.1 മോളാർ NaOH ഉണ്ട്. അപ്പൊ 0.1 മോളാർ NaOH നിന്ന് കിട്ടുന്ന 0.1 മോളാർ OH മൈനസ് ഉണ്ടാവും. അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് ശരിക്കും NaOH നിന്ന് കിട്ടുന്ന 0.1 പ്ലസ് ഇവിടെ നിന്നുള്ള 2S ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇറ്റ് വിൽ ബി OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2S പ്ലസ് 0.1 ആയിരിക്കും. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. പക്ഷേ ഈ സൊല്യൂബിലിറ്റി, ഇതൊരു സ്പെയറിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ആണ് നിക്കൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഒരു സ്പെയറിംഗ്ലി സൊല്യൂബിൾ സാൾട്ടിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ലോ ആയിരിക്കും. അപ്പൊ വളരെ വളരെ ലോ ആണെങ്കിൽ ഈ 2S എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആയിരിക്കും, നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും. മാത്രമല്ല 0.1 പ്ലസ് 2S എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എന്തിന് ഈക്വൽ ആയിരിക്കും? 0.1 ഈക്വൽ ആയിരിക്കും. പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് എങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? നമുക്ക് അവിടെ 0.1 ആയിട്ട് എടുക്കാം. ക്ലിയർ ആണല്ലോ അല്ലെ പറഞ്ഞ കാര്യം? ഓക്കെ, സോ അയണിക് പ്രൊഡക്റ്റ് എത്രയാണ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് അയണിക് പ്രൊഡക്റ്റ് എത്രയാണ്? 2 into 10 to the power minus 15 is equal to molar concentration of nickel 2 plus അല്ലെ, അതായത് S into molar concentration of OH ന്റെ സ്ക്വയർ അല്ലെ, molar concentration of OH minus square, so will be 0.1 square. That is 2 into 10 raised to minus 15 is equal to S into 10 raised to minus 2. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സൊല്യൂബിലിറ്റി ആണ് അല്ലെ. സൊല്യൂബിലിറ്റി S is equal to 2 into 10 raised to minus 15 divided by 10 raised to minus 2 and will be equal to എന്താണ്? 2 into 10 raised to minus 13 എന്ന് ആൻസർ കിട്ടും. 2 into 10 raised to minus 13 മോളാർ. Okay, minus 13, minus 3 അല്ല, minus 13 മോളാർ. Okay, so the correct answer, നമ്മുടെ 4 ഓപ്ഷനുകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ 1 is the correct answer. Question number 43. Identify a molecule which does not exist. ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലർ സ്ട്രക്ചറിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ തന്നിരിക്കുന്ന 4 മോളിക്യൂൾസിൽ ഏത് മോളിക്യൂൾ ആണ് അൺസ്റ്റേബിൾ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്തത് കണ്ടുപിടിക്കാൻ we need the values of bond order അല്ലെ. ഹീലിയം ഓപ്ഷൻ 1 പറയുന്നത് ഹീലിയം ആണ്. ഹീലിയത്തിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? Since it contains equal number of bonding and anti-bonding electrons, its bond order is 0 അല്ലെ. ലിഥിയത്തിന്റെ ബോണ്ട് ഓർഡർ is 1, കാർബൺ ബോണ്ട് ഓർഡർ is 2, ഓക്സിജൻ ബോണ്ട് ഓർഡർ is 2. ഈ തന്നിരിക്കുന്ന 4 പേരിൽ എക്സിസ്റ്റ് ചെയ്യാത്ത മോളിക്യൂൾ ഏതാണ്? It is helium with bond order equal to 0. Question number 44. The following metal ion activate many enzymes, participates in the oxidation of glucose to produce ATP and the sodium is responsible for the transmission of nerve signals. ഇത്രയും യോഗ്യതകൾ ഉണ്ടെങ്കിൽ അതാരായിരിക്കണം? പൊട്ടാസ്യം ആയിരിക്കണം അല്ലെ. So option 4 is the correct answer, potassium. Question number 45. The number of protons, neutrons and electrons in lutetium respectively are lutetium 71, 175. Atomic number is 71 and mass number is 175. അല്ലെ. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് പ്രോട്ടോൺ വേണം, നമ്പർ ഓഫ് ന്യൂട്രോൺ വേണം, നമ്പർ ഓഫ് ഇലക്ട്രോൺ വേണം. Okay, number of proton is equal to the atomic number 71. Number of electron is equal to the number of proton, it's also 71. Number of neutron is equal to mass number minus atomic number
and this is equal to 104 എന്ന് കിട്ടും. So 71, 104 and 71 എന്ന ഓർഡറിൽ വരുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. And it is option 1 is the correct answer. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യം തന്ന ആ ഒരു ആമുഖം ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിച്ചു പെറുക്കി NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ടുള്ള ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളെ ഒന്ന് കൺഫ്യൂസിങ് ആക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ ആലോചിക്കേണ്ടി വരുന്ന ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയുമായിരുന്ന ഒരു നീറ്റ് എക്സാം ആണ് കഴിഞ്ഞു പോയത്.